എല്ലാവർക്കും പൂക്കൂടിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പഴയ ഏപ്രിൽ ലില്ലി പൂക്കൾ ഒരിക്കൽ കൂടി പൂക്കൂടയിൽ കാണിക്കുകയാണ്. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരിക്കുന്നു സ്കൂൾ കോമ്പറ്റീഷന് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏപ്രിൽ ലില്ലി പൂക്കൾ ഒന്ന് ചെയ്ത് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ ചെയ്തത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണ്. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചായാലും ക്രേ പേപ്പർ ഉപയോഗിച്ചായാലും നമുക്കിത് നന്നായി ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ കളർ ചെയ്യാനും അത് പിന്നെ ഉണക്കിയെടുക്കാനും ഒക്കെ താമസം വരും, അല്ലെങ്കിൽ കളർ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അത് ചിലപ്പോൾ കോമ്പറ്റീഷൻ അനുവദിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രേ പേപ്പറിൽ ആ സ്പോട്ടിൽ തന്നെ കളർ ചെയ്ത് എങ്ങനെ ഈ ലില്ലിപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യം ഇതുപോലൊരു ക്രേ പേപ്പറും, ഓറഞ്ച് കളറാണിത്, ഓറഞ്ച് കളറിലെ ക്രേ പേപ്പറും നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് 2 കളർ, ലീഫ് ഗ്രീനും വൈറ്റും, ഇതും പിന്നെ ഒരു കത്രികയും 2 ബ്രഷും, അതായത് 2 പെയിൻറ്റ് നമുക്ക് എടുക്കുന്നതിന് വേണ്ടി 2 ബ്രഷും, പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ കമ്പി, ഗോൾഡൻ വയർ ഉണ്ടാകും, ഗോൾഡൻ വയറും സിൽവർ വയറും കിട്ടും. ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇത് പിന്നെ പൂവ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കട്ടിയുള്ള കമ്പിയും, കത്രികയും നൂലും, ഫെവിക്കോളും മറക്കണ്ട. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ ശരിക്കും കയ്യിൽ കരുതേണ്ടത്. ഈ പൂക്കൾ ഉണ്ടാക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാറ്റേൺ തയ്യാറാക്കി എടുക്കുക. ഒരു ലില്ലിപ്പൂവ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇതൾ പൊട്ടിച്ചെടുക്കുക അതിൽ നിന്ന്. എന്നിട്ട് അതൊരു പേപ്പറിലോ, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഇൻവിറ്റേഷൻ കാർഡ് വീട്ടിലുണ്ടെങ്കിൽ അതിലോ വെച്ചിട്ട് വരച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി ഈ ക്രേ പേപ്പറിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ പീസ് കുറച്ച് മുറിച്ചെടുക്കാം. മുറിച്ച് അത് മടക്കി വെച്ച ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പാറ്റേൺ വെച്ച്, ഈ പാറ്റേൺ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇത് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ വെച്ച് നമുക്ക് ഇതിങ്ങ് മുറിച്ചെടുക്കാം. ഇത്രയും മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാകും. ഇങ്ങനെ നമുക്ക് ഇതിങ്ങ് മുറിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒന്നുകിൽ പേന കൊണ്ട് ഇങ്ങനെ വരച്ച ശേഷം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിങ്ങെടുക്കാം. ഇങ്ങനെ അടുക്കി വെച്ച് ചെയ്യുമ്പോൾ, മടക്കി ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ 4-5 പെറ്റൽസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എളുപ്പം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ നോക്കണം. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയും പെറ്റൽസ് കിട്ടി. ഇങ്ങനെ ലില്ലിപ്പൂവിന് 6 പെറ്റൽസാണ് ആവശ്യം. ഇതിപ്പോൾ ഓറഞ്ച് കളർ മാത്രമല്ല, നമുക്ക് ഡാർക്ക് ഓറഞ്ച്, റെഡിനോട് ചേർന്നൊരു ഓറഞ്ച് ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ 2-3 കളറിലെ ഏപ്രിൽ ലില്ലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത്. റെഡ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പെറ്റൽസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിൻ്റെ അകത്തേക്കും ഈ ഗോൾഡൻ വയർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ പെറ്റലിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് എത്ര നീളത്തിൽ വേണമെന്ന് നോക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പെറ്റലിനകത്ത് ഇങ്ങനെ ഈ ഇത് 2 എണ്ണമാണ് ഒരു പെറ്റലിന് വേണ്ടത്, എങ്കിൽ മാത്രമേ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മടക്കി കട്ട് ചെയ്യുമ്പോൾ ഓരോ പെറ്റലിന് വേണ്ടി 2 പെറ്റൽ വീതം കട്ട് ചെയ്തെടുക്കണം, ഓരോ പെറ്റൽ ശരിയാക്കുന്നതിന് വേണ്ടി. അങ്ങനെ 2 പെറ്റൽ എടുത്ത ശേഷം അതിൻ്റെ നടുക്കാണ് നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ഇങ്ങനെ ഈ കമ്പി ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്കിങ്ങനെ ഒന്ന് തുറന്ന് പിടിച്ച ശേഷം ഇതിനുള്ളിലേക്ക് അല്പം ഫെവിക്കോൾ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ചെറുതായി ഇങ്ങനെ ഫെവിക്കോൾ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഒരുപാട് വേണ്ട. ഫെവിക്കോൾ ഇങ്ങനെ പുരട്ടിയ ശേഷം നമുക്ക് ഈ കമ്പി ഇതിനുള്ളിലേക്ക് വെച്ച് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല, കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഇതുപോലെ ഈ 6 പെറ്റൽസ് നമുക്ക് ഒട്ടിക്കാം. അങ്ങനെ ലില്ലിപ്പൂവിന് 6 പെറ്റൽസാണ് വേണ്ടത്. നമ്മൾ ഈ 6 പെറ്റൽസിലും ഗോൾഡൻ വയർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ ഓരോ പെറ്റൽസിൻ്റെയും ഉള്ളിൽ നമുക്കൊരല്പം വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഫാബ്രിക് പെയിൻ്റാണ്, വൈറ്റ് പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഈ 6 പെറ്റൽസിലും നമുക്ക് ആദ്യം വൈറ്റ് പെയിൻറ്റ് ചെയ്യാം. ഒത്തിരി കട്ടിയിലൊന്നും ചെയ്യേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നത് പോലെ കൊടുത്താൽ മതി.
പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പെറ്റൽസ് മുഴുവനും വൈറ്റ് അടിച്ചിട്ടില്ല. ഇതിൻ്റെ ഈ ഏതാണ്ട് മധ്യഭാഗത്തു നിന്ന് താഴേക്ക് മാത്രമാണ് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിവിടെ ഗ്രീനും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസിൻ്റെ അറ്റത്തേക്ക് നിങ്ങൾ ആരും പെയിൻറ് ചെയ്യരുത്. ഓക്കെ, ഏകദേശം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ പെയിൻറ് കൂടി ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ഒരുപാട് ഡിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. അല്ലെങ്കിൽ പേപ്പർ ഒത്തിരി അങ്ങ് നനഞ്ഞു പോകും, പിന്നെ ഉണങ്ങാൻ താമസിക്കും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ പൂവിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു ചെറിയ ട്യൂബ് പോലൊരു ഭാഗമുണ്ട്, അതുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി നമുക്കിങ്ങനെ വേസ്റ്റായിപ്പോയ പെറ്റൽസിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തോ ഇങ്ങനെ ചെറുതായി ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ നന്നായി ടൈറ്റായി ചുരുട്ടി ഒരു 3-4 പീസ് ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെറിയ നാരുകൾ പോലെ ഇങ്ങനെ 3-4 പീസ് നമുക്ക് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മളത് പറഞ്ഞതുപോലെ 4 എണ്ണം കട്ട് ചെയ്തെടുത്തു. ഈ 4 എണ്ണത്തിൻ്റെയും അഗ്രഭാഗത്തും നമുക്ക് ഒരല്പം ഫെവിക്കോൾ പുരട്ടിയെടുക്കാം. പൂമ്പൊടിയൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫെവിക്കോൾ പുരട്ടിയെടുത്തിട്ട് ഇത് അല്പം മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, നമുക്കതിലിങ്ങനെ മുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിൽ ഒരെണ്ണത്തിന് മാത്രം ഇത്തിരി നീളം കൂടുതലും 3 എണ്ണത്തിന് നീളം കുറവുമായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് നീട്ടി വെച്ചിട്ട് ബാക്കി ഇത് കട്ട് ചെയ്ത് കളയാം. ഇതങ്ങ് കട്ട് ചെയ്ത് നീളം കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3 എണ്ണം നീളം കുറഞ്ഞതും 1 എണ്ണം നീളം കൂടുതലുമായി. ഇനി ഇത് നമുക്ക് പൂവ് സെറ്റ് ചെയ്യേണ്ട കമ്പിയിലേക്ക് ഇങ്ങനെ വെച്ച് നൂല് ഒരല്പം ഫെവിക്കോൾ ആദ്യം പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെച്ച ശേഷം നമുക്ക് നൂല് കൊണ്ട് അങ്ങ് ചുറ്റിക്കെട്ടി ഉറപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ നൂല് കൊണ്ട് ഇങ്ങനെ ചുറ്റി, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയാലും താഴത്ത് പോവില്ല. ഇങ്ങനെ അങ്ങ് കെട്ടി നൂല് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി, അത് കമ്പിയിൽ വെച്ച് കെട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്കിവിടെ കുറച്ച് കട്ടിയിൽ കുറച്ച് പേപ്പർ ക്രേപ്പ് ചുറ്റി കൊടുക്കാം, വേസ്റ്റ് ക്രേപ്പ് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കട്ടിയിൽ നമുക്ക് ചുറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന പെറ്റൽസ് ഉണങ്ങിയിട്ടുണ്ടാവും. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതല്ലെങ്കിൽ ഉണങ്ങിക്കഴിയും. അപ്പോൾ നമുക്കിത് ഓരോന്നും എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. വെച്ച് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് എത്രയാണെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നൂല് കൊണ്ടിങ്ങനെ ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ഓരോ പെറ്റൽസും ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. ആദ്യം 3 പെറ്റൽസ് വെച്ച് കൊടുക്കാം നമുക്ക്. പിന്നെ അതിൻ്റെ ഗ്യാപ്പിലാണ് അടുത്തത് വെക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ശ്രദ്ധിക്കണം. ഹൈറ്റ് സെയിം ഹൈറ്റിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഒരെണ്ണം ഇവിടെ വെച്ച് കൊടുക്കാം. 6 പെറ്റൽസാണ് ആകെ. 3 എണ്ണം ഇങ്ങനെ ആദ്യം വെച്ച് ഒരേ ഹൈറ്റിൽ തന്നെ വെച്ച് കൊടുത്തു. ഒരേ ഹൈറ്റാണോ എന്ന് നോക്കുക. ഹൈറ്റ് നോക്കി ഒരേ ഹൈറ്റാണ്. ഇനി നമുക്കിത് ചുറ്റി കൊടുക്കാം. അങ്ങനെ 3 പെറ്റൽസ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഗ്യാപ്പിൽ, ഈ കാണുന്ന ഓരോ ഗ്യാപ്പിലും, ഈ ഓരോ ഗ്യാപ്പിലായി നമുക്ക് അടുത്ത പെറ്റൽസ് വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ ഗ്യാപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. സെയിം ഹൈറ്റ് ആവണം. ഇങ്ങനെ വെച്ചു. അത് നൂല് കൊണ്ട് ചുറ്റി. എപ്പോഴും നമ്മൾ ഫെവിക്കോൾ എടുക്കുകയാണെങ്കിൽ കയ്യിലൊട്ടി, ഈ പെറ്റൽ നമ്മുടെ കയ്യിലൊട്ടി പോരും. അതുകൊണ്ടാണ് നൂല് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഗ്യാപ്പിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. സെയിം ഹൈറ്റിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തു. ഇനി ലാസ്റ്റ് പെറ്റൽ ഈ ബാക്കി അവശേഷിക്കുന്ന ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് ഇതും വെച്ച് കൊടുക്കാം. സെയിം ഹൈറ്റ് ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിങ്ങനെ ചുറ്റി നൂലിങ്ങെടുക്കാം. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ചും കൂടെ നമുക്കൊന്ന് പേപ്പർ ചുറ്റി കൊടുക്കാനുണ്ട്. അങ്ങനെ കുറച്ചധികം ക്രേപ്പ് പേപ്പറൊക്കെ വേസ്റ്റ് ക്രേപ്പ് പേപ്പർ ചുറ്റി നമ്മൾ ഈ തണ്ടിന് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലൈറ്റ് ഗ്രീൻ ക്രേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഓറഞ്ച് കളർ ഇങ്ങോട്ട് മാറ്റിയ ശേഷം വേണം നമുക്ക് ക്രേപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ക്രേപ്പ് ടേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ ക്രേപ്പ് പേപ്പർ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ
നമുക്ക് ലൈറ്റ് ഗ്രീൻ ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഫെവിക്കോൾ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ 2 ചെറിയ പച്ച കളറിലെ ലീഫ് പോലെ പെറ്റൽസ് വേണം. വേണ്ടി ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ നിന്ന് നമുക്ക് ചെറിയ 2 പെറ്റൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് തുറന്ന ശേഷം നമുക്ക് ഫെവിക്കോൾ പുരട്ടി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതും ഇങ്ങനെ തുറന്ന ശേഷം നമുക്ക് അതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഈ പൂവ് ഇങ്ങനെ ഈ ഭാഗത്തു നിന്നാണ് വളഞ്ഞു വരുന്നത്. ഇങ്ങനെ വളച്ചിട്ട് വേണം ഈ പൂവ് നമ്മൾ വിടർത്തിയെടുക്കാൻ. ഇങ്ങനെ വളച്ച ശേഷം നമുക്കിത് ഓരോന്നും എത്രത്തോളം വിടരണമോ അത്രത്തോളം വിടർത്തിയെടുക്കുക. അങ്ങനെ വിടർത്തുന്നതിന് വേണ്ടിയാണ് ഈ പെറ്റൽസിൽ നമ്മൾ ഈ ഗോൾഡൻ വയർ ഒട്ടിച്ചു കൊടുക്കുന്നത്, ഫ്ലെക്സിബിൾ കമ്പി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഈ പൂവ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പഠിച്ചല്ലോ ലില്ലി, ഏപ്രിൽ ലില്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ക്രേപ്പ് പേപ്പർ ലില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്ന പൂക്കൾ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനിയും ഇതുപോലെ ആവശ്യപ്പെടുക, തീർച്ചയായും ഞങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരു പൂവുമായി ഞങ്ങൾ എത്തും വരേക്കും ബായ്. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.